ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രി ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. ഷഫീദ് റാവുത്തർ ചേരുന്ന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് യോഗ തീരുമാനങ്ങൾ? സ്വാമി ജയിൽ ചാടിയ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രി അടിയന്തരമായി ഇന്ന് ഒരു ഉന്നതതല യോഗം വിളിച്ചത്. ആ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട നിലവിൽ പോലീസിന്റെയും അതേപോലെ തന്നെ വകുപ്പ് തല പരിശോധനയും നടക്കുന്നുണ്ട്. ഇതിന് പുറമെ ഒരു പ്രത്യേക സമഗ്ര അന്വേഷണത്തിന് ഒരു പുതിയ ടീമിനെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ്. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. കണ്ണൂരിലെ സംഭവത്തിൽ കുറച്ച് വിശദമായ കാര്യങ്ങൾ ഇന്ന് യോഗത്തിൽ ചർച്ചയായി. ഈ കണ്ണൂർ ജയിലിൽ നിന്ന് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ സംഭവം അത്യന്തം ഗൗരവമുള്ളതും വിശദമായ പരിശോധന നടത്തി നടപടി സ്വീകരിക്കേണ്ടതുമാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. അതിന് പിന്നാലെയാണ് ജയിലുകളിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അടുത്ത 3 മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കാൻ തീരുമാനമെടുത്തു. സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജൻസ് CCTV 4 പ്രധാന ജയിലുകളിൽ സ്ഥാപിക്കും. ഇതിനുള്ള നടപടി അടിയന്തരമായി തുടങ്ങും. ഈ ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്നത് കണക്കിലെടുത്ത് അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഓരോ സ്ഥലത്തും 5 വർഷം പൂർത്തിയാക്കിയവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട്. ജയിലിനകത്ത് ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ശിക്ഷിക്കപ്പെട്ട കൊടും ക്രിമിനലുകളിൽ പലരെയും ഇപ്പോൾ അതീവ സുരക്ഷാ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇത്തരക്കാർക്ക് അന്തർ സംസ്ഥാന ജയിൽ മാറ്റം കൂടി ആലോചിക്കുമെന്നും സംസ്ഥാനത്ത് പുതിയ ഒരു ജയിൽ കൂടി ആരംഭിക്കാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. താങ്ങാനാവുന്നതിൽ കൂടുതൽ തടവുകാർ സംസ്ഥാനത്തെ ജയിലുകളിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. ഏതാണ്ട് 10,365 കണക്ക്. അത് ശേഷിക്കും കൂടുതലാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത പുറത്തു വന്നിരുന്നു. ഇത് പുതിയ ജയിൽ സംസ്ഥാനത്ത് സ്ഥാപിക്കാനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുമെന്നും യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഉന്മേഷ്.